എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പിക്ചോറിയൽ വ്യൂ തന്നുകെട്ട് ഓർത്തോഗ്രാഫിക് വ്യൂവിലോട്ട്, അതായത് എലിവേഷൻ, പ്ലാൻ, സൈഡ് വ്യൂ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിൽ തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് ബേസിക്സ് പറഞ്ഞു. പിന്നെ 3 പിക്ചോറിയൽ വ്യൂസ് തന്നിട്ട് അതിന്റെ മൂന്നാമത്തെ ചെറിയ വ്യത്യസ്തങ്ങളായ 2 റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത് പറഞ്ഞെങ്കിൽ മൂന്നാമത്തത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരച്ചത്. അപ്പൊ അതിൽ നിന്നെല്ലാം അത് വരയ്ക്കേണ്ട എങ്ങനെയാണെന്നുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം നമുക്ക് കിട്ടിയത് റെക്ടാങ്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള സർഫസുകളും ഒക്കെ ആണ്. കേർവ്ഡ് ആയിട്ടുള്ളതോ സർക്കുലർ ആയിട്ടുള്ളതോ സെമി സർക്കുലർ ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് 2 ഒബ്ജക്റ്റുകൾ, 2 പിക്ചോറിയൽ വ്യൂ ഇവിടെ ബോർഡിൽ വരച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതിലെല്ലാം കർവ് വരുന്നുണ്ട്, ആർക്ക് വരുന്നുണ്ട്, സർക്കിൾ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ രണ്ടിന്റെയും ഓരോന്നിനും പ്രത്യേകം പേരൊന്നുമില്ല, ഒരു പ്രത്യേക ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് പേര് പ്രസക്തമല്ല. അപ്പൊ എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളത് നിങ്ങൾക്ക് പ്രസക്തമല്ല. നിങ്ങൾക്ക് അതിന്റെ വ്യൂസ് വരയ്ക്കണം. പ്രസക്തമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഉപയോഗത്തിൽ വരുമ്പോൾ അത് പേര് പ്രസക്തമാണ്, അതിന്റെ സൈസ് പ്രസക്തമാണ്, ഷേപ്പ് പ്രസക്തമാണ്, അതിന്റെ ഡയമെൻഷൻസ് പ്രസക്തമാണ്, എല്ലാം അതിനൊരു സവിശേഷതകളൊക്കെ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത് ഗ്രാഫിക്സിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്നുള്ള പോർഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ അത് ഒരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അല്ല ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വ്യൂസ് വരയ്ക്കുന്നത് എങ്ങനെ, വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വരയ്ക്കുന്നത് എങ്ങനെ, ഇതും രണ്ടും നമ്മൾ പഠിക്കണം. വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വരയ്ക്കുന്നത് നമ്മൾ ഇനി വരുന്നുണ്ട്. ഇപ്പോൾ ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വ്യൂസ് വരയ്ക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഫിഗർ നോക്കുക. ഇതൊരു ബ്ലോക്ക് ആണ്. അപ്പൊ ഒരു ടി ഷേപ്പ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ടി ഷേപ്പ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ്. അതിലൊരു ഷാഫ്റ്റ് സപ്പോർട്ട് എന്നാണ് ഇതിന് പറയുക. ഷാഫ്റ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക്. അപ്പൊ ഇത് ഒരു ബേസിന്റെ മുകളിൽ ഈ സ്ലോട്ടുകളിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ 2 ബോൾട്ട് ഇട്ടിട്ടുണ്ടാവും. ഇതിലെ ഒരു ഷാഫ്റ്റ് പാസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ, ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. വി ഹാവ് ടു ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഈ എക്സ് ഡയറക്ഷനിലുള്ള ഫ്രണ്ട് വ്യൂ, വൈ ഡയറക്ഷനിലുള്ള ലെഫ്റ്റ് സൈഡ് വ്യൂ, സെഡ് ഡയറക്ഷനിലുള്ള ടോപ്പ് വ്യൂ. വി ഹാവ് ടു ഡ്രോ ദീസ് വ്യൂസ്. അത് സ്കെയിൽ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. 1:1 എടുക്കാം, 1:2 എടുക്കാം, 1:3 എടുക്കാം, 1:4 എടുക്കാം. ഇപ്പൊ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:1 എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ. ഇത് ഫുൾ സ്കെയിൽ എന്ന് പറയും. ഉള്ള ഒബ്ജക്റ്റിനെ അതേപോലെ ഡ്രോയിങ് ഷീറ്റിലേക്ക് നമ്മൾ എഴുതുന്നു അല്ലെങ്കിൽ വരയ്ക്കുന്നു. 1:2 എന്ന് പറഞ്ഞാൽ ഹാഫ് സ്കെയിൽ എന്ന് പറയും. ഹാഫ് സ്കെയിൽ. 1:3 എന്ന് പറഞ്ഞാൽ 1/3 സ്കെയിൽ. 2:1 എന്ന് പറഞ്ഞാൽ ഡബിൾ സ്കെയിൽ. അപ്പൊ ഇതിലെ 2 ഈ റേഷ്യോ ചിഹ്നത്തിന്റെ അപ്പുറത്തെ ഇപ്പുറത്തായിട്ട് 2 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ 1:2 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിലോ ബുക്കിലോ ബോർഡിലോ വരയ്ക്കുന്ന ആ ഡ്രോയിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഉള്ളത്, ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആയിക്കോട്ടെ, എന്താണോ 2 ഉള്ളതിനെ 1 ആക്കി വരയ്ക്കുന്നു, 3 ഉള്ളതിനെ 1 ആക്കി വരയ്ക്കുന്നു. നമ്മുടെ സൗകര്യമാണ്, കൺവീനിയൻസ് ആണ്. ഫോർ കൺവീനിയൻസ് ആൻഡ് ബെറ്റർ representation we are selecting or taking certain scales. തോത്, നമ്മളിപ്പോ മാപ്പ് വരയ്ക്കുന്നു, ഭൂപടം വരയ്ക്കുന്നു, അതില് അതേപോലെ നമുക്ക് പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര കിലോമീറ്റേഴ്സ് സമം 1 സെന്റിമീറ്റർ അല്ലെ 1 മില്ലിമീറ്റർ അല്ലെ 10 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ തോതെടുക്കുന്നു. അതിനെയാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്കെയിൽ സെലക്ട് ചെയ്യാം. 2:1 എന്ന് പറഞ്ഞാൽ ചെറിയ വസ്തുക്കൾ ഉണ്ടാവും. ഉദാഹരണത്തിന് മെക്കാനിക്കൽ വാച്ചസ്. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ വാച്ചസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാച്ചസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഉള്ളിൽ പൽചക്രങ്ങളൊന്നുമില്ല. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാച്ചസ് പൽചക്രങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ചെറിയ പൽചക്രങ്ങളാണ്.
അത് എൻലാർജ്ഡ് ആയിട്ട് വരച്ചാലേ അത് ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ. സോ വി വിൽ സെലക്ട് 2:1, 3:1, 4:1, 3:1, 4:1, 100:1, അതേപോലെ 1:100 ഉണ്ട്, 100, 1:1000. അപ്പൊ അങ്ങനെ സ്കെയിൽ സെലക്ട് ചെയ്യാം. 1:1 ആണെങ്കിൽ ഫുൾ സ്കെയിൽ വരയ്ക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെയും സ്കെയില് നമുക്ക് ആവശ്യമാണ്. ഏത് ഫിഗർ ആണോ വരയ്ക്കേണ്ടത് അത് നമ്മുടെ പ്രതലത്തില്, നമ്മുടെ സർഫസിൽ, ഡ്രോയിങ് ഷീറ്റ് ആണോ, നോട്ട്ബുക്ക് ആണോ, സ്കെച്ച് ബുക്ക് ആണോ, ഏതാണോ അതില് ഒതുങ്ങുന്ന രീതിയിൽ വരയ്ക്കുന്നത് അത് വരയ്ക്കുന്ന ആളുടെ ഇഷ്ടമാണ്. പക്ഷെ we have to mention that this drawing is based on 1:1 scale or 1:2 scale, 1:3 scale. അത് ഡ്രോയിങ്ങിന്റെ ബോട്ടം സൈഡിൽ, റൈറ്റ് ബോട്ടം സൈഡിൽ മെൻഷൻ ചെയ്യണം. ഡയമെൻഷൻസ് മില്ലിമീറ്റർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അണ്ടർസ്റ്റുഡ് ആണ്, ഡിഫോൾട്ട് ആയിട്ട് അത് അങ്ങനെയാണ്. അതർ ദാൻ മില്ലിമീറ്റർ ആണെങ്കിൽ മാത്രമേ അത് പ്രത്യേകം സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ കമ്മിങ് ടു ദി ഫിഗർ, ഈ ഒരു ബ്ലോക്കിന്റെ ഏത് ഫിഗർ കിട്ടിയാലും 3 വ്യൂസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വ്യൂസ് ആണ് വേണ്ടതെന്നുള്ള ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡ്രോ, നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കുന്നതെങ്കിൽ XY ലൈനിന്റെ മുകളിലായിരിക്കും, XY ലൈനിന്റെ മുകളിലായിരിക്കും ഫ്രണ്ട് വ്യൂ. ദെൻ അതിന്റെ താഴെയായിരിക്കും ടോപ്പ് വ്യൂ ഓർ പ്ലാൻ. ഫ്രണ്ട് വ്യൂവിന്റെ സൈഡിലായിരിക്കും സൈഡ് വ്യൂ. ഏത് സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിന്റെ വലതുവശത്ത് വരയ്ക്കും. റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിന്റെ ഇടതുവശത്ത് വരയ്ക്കും. ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. സോ വി ഹാവ് ടു ഡ്രോ ദ വ്യൂ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എലിവേഷൻ. ഇനി ഇതിന്റെ സൈസ് എത്രയാണെന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് റെക്ടാംഗിൾസ് ആദ്യം വരച്ചിടണം. സോ ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ലെങ്ത്. ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 140. 140 ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത്. 140. വിഡ്ത് നോക്കൂ, ഇവിടത്തെ ഹാഫ് വരെയുള്ള 25 എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ റേഡിയസ് 25 എന്നുണ്ട്. ടോട്ടൽ അപ്പൊ 50 ആയിരിക്കും. അതേപോലെ ഇവിടെയും ഇത് മധ്യം വരെ, സെന്റർ വരെ 25 ആണ്. സോ ടോട്ടൽ വിഡ്ത് വിൽ ബി 50. അപ്പോ 140 ഗുണം 50. 50 അതിന്റെ തിക്നെസ്. ഹൈറ്റ് നോക്കുക, ഹൈറ്റ് അളന്നെടുക്കണം. ഇവിടെ നിന്ന് 30 ആണ്. 30 അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള റേഡിയസ് മാത്രമേ തന്നിട്ടുള്ളൂ, 25. ഈ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് മിസ്സിംഗ് ആണ്. അങ്ങനെയും കുറെ ഫിഗേഴ്സ് വരാം, മിസ്സിംഗ് ഡാറ്റ ഉണ്ടാകാം. അപ്പൊ മിസ്സിംഗ് ഡാറ്റ ഉണ്ടെങ്കിൽ യു ഹാവ് ടു അസ്യൂം, നമുക്ക് അനുമാനിക്കാം, സ്യൂട്ടബിൾ ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു മിസ്സിംഗ് വരുന്ന ഒരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ, അവിടെ ഡയമെൻഷൻ മിസ്സിംഗ് ആണെങ്കിൽ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് വരയ്ക്കേണ്ട, ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ടാൽ മതി എന്നുള്ള ധാരണ വേണ്ട. മിസ്സിംഗ് ഡാറ്റ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എടുക്കണം. അപ്പൊ ഈ ഡാറ്റ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ്, ഈ പ്രതലത്തിൽ നിന്ന് ഈ സെന്റർ വരെയുള്ള ഹൈറ്റ് തന്നിട്ടില്ല. അത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് എടുക്കാം. ഈ ഹൈറ്റ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ഉണ്ട് 25. അപ്പൊ ആഡ് ചെയ്യുക. 30 പ്ലസ് തന്നിരിക്കുന്നത് 25. ഈ അകലം തന്നിട്ടില്ല. അത് നമ്മൾ തൽക്കാലം 25 എന്ന് തന്നെ എടുക്കുന്നു. 25 എന്ന് എടുക്കുന്നു. അപ്പൊ 50, 25, 50 പ്ലസ് 30, 80. അതാണ് നമുക്ക് വേണ്ട ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, അല്ല തന്നിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ വരിക നീളം പ്ലസ് പൊക്കം ആണ് വരിക. അപ്പൊ സോ ഫസ്റ്റ് ഡ്രോ റെക്ടാംഗിൾ. അപ്പൊ ഇങ്ങോട്ട് വലത്തുവശത്ത് സ്ഥലം വേണം, ഇടത്തുവശത്തെ വ്യൂ ആണ് വരയ്ക്കുന്നത്, വലത്തുവശത്ത് സ്ഥലം വേണം. അപ്പൊ ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. അതിന്റെ സൈസ് 80, നീളം 140, റെക്ടാംഗിൾ വരച്ചു. ദെൻ ബോട്ടം വ്യൂ വരിക. ബോട്ടം വ്യൂ മോളിൽ, സോറി ടോപ്പ് വ്യൂ വരിക ഈ ഡയറക്ഷനിലാണ്. അപ്പൊ അവിടെ വരുന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ ഈ നീളം വരും, ഈ തിക്നെസ് വരും. തിക്നെസ് ഇവിടെ 25 പ്ലസ് 25, 50 ഉണ്ട്. അല്ലെങ്കിൽ ഈ റേഡിയസ് തന്നെയാണ് ഇത്, 25 പ്ലസ് 25. ഇത് റേഡിയസ് എന്ന് പറഞ്ഞാൽ
ഇത്രയും 50 ആണ് എന്ന് മനസ്സിലാക്കണം. സോ 50 ഇവിടെയും വരാം, ഇതും വരാം. അപ്പൊ ഇതിന്റെ നേരെ താഴെ തന്നെ ആയിട്ട് വരയ്ക്കണം, നമുക്ക് മാറാൻ പാടില്ല. 50 140, മുകളിലത്തെ 80 ആണ്, ഇത് താഴെ 50. ഇത് നേരെ താഴെ. ഇങ്ങനെ റെക്ടാംഗിൾ തന്നെ വരച്ചിട്ട് ശീലിക്കണം, അല്ലാണ്ട് ചെയ്യരുത്. ഈ റെക്ടാംഗിൾസ് വരച്ച് തന്നെ ഇടുക. അപ്പൊ ഈ ഇത് തമ്മിലുള്ള അകലം, ഇത് XY യിൽ നിന്ന് 25 മില്ലിമീറ്റർ മുകളിലായിരിക്കണം, ഇത് 25 മില്ലിമീറ്റർ താഴെ. അത് തന്നിട്ടൊന്നുമില്ല, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വരയ്ക്കുന്നതാണ്. ദെൻ ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്, അതിന്റെ ഡയമെൻഷൻ നോക്കുക. ഇതിന്റെ വിഡ്ത്ത് 50 ആണ്, ഹൈറ്റ് 80 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. സോ ഇത് തന്നെയായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് മാറ്റിയിട്ട് 50 മില്ലിമീറ്റർ ഗ്യാപ്പിൽ വരച്ചിട്ട് റെക്ടാംഗിൾസ് വരച്ചു. അപ്പൊ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനുള്ള റെക്ടാംഗിൾ ആയി, ടോപ്പ് വ്യൂ വരയ്ക്കാനുള്ള റെക്ടാംഗിൾ ആയി, സൈഡ് വ്യൂ വരയ്ക്കാനുള്ള റെക്ടാംഗിൾ ആയി. ഇനി നോക്കുക, ഇതില് സിമെട്രിക് ആണ്, ഒബ്ജക്റ്റ് സിമെട്രിക് ആണ്, സർക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതില് ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോ ഇവിടെ ഈ 2 സർക്കിൾ നേരിട്ട് കാണും, ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോ ഒരു സർക്കിളും കാണില്ല. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഇനി ഇതിന്റെ ഹൈറ്റ് എത്രയാന്ന് നോക്കുക. ആദ്യമേ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു, ഇതിന്റെ ഹൈറ്റ് 30 ആണ്. അപ്പൊ 30ൽ ഒരു തിൻ ലൈൻ, 30 mm ഹൈറ്റില് ഒരു തിൻ ലൈൻ വരച്ചിടുക, തിൻ ആയിട്ടുള്ള ലൈൻ. ഇനി ഇവിടെ നോക്കുമ്പോ ഇവിടെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, ഇത് മോള് വരെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് തന്നെ ആയിരിക്കും വരുന്നത്. അതിന്റെ അകലം, അത് ഇവിടത്തേക്കുള്ള അകലം നോക്കണം, ഇത് എത്ര ദൂരം ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 40, ഇതിന്റെ ടോട്ടല് 140 ആണ്. അപ്പൊ 140 ടോട്ടൽ ലെങ്ത് ഉണ്ട്. ഇത് അവിടെ ഇപ്പുറത്തും സിമെട്രിക് ആണ്. അപ്പൊ ഇവിടെ സെന്റർ പോയിന്റ് കാണുക, ഇതിന്റെ സെന്റർ പോയിന്റ് 70 ആണ്. അത് മാർക്ക് ചെയ്ത് നോക്കുക. അവിടെ സെന്റർ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് നോ സർക്കുലർ ഷേപ്പ് ഇൻ ദാറ്റ്. അവിടെ സർക്കുലർ ഷേപ്പ് ഇല്ല. 70ൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതിന്റെ തിക്നെസ് എത്രയാണ് നോക്കുക, 20 ആണ്. അപ്പൊ 10 മില്ലിമീറ്റർ ഇങ്ങോട്ടും 10 മില്ലിമീറ്റർ ഇങ്ങോട്ടും മാറിയിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അത് താഴേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുക. തിൻ ലൈൻസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ താഴെ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിന്റെ ഹൈറ്റ് 8 മില്ലിമീറ്റർ ആണ്. സോ 8 മില്ലിമീറ്റേഴ്സ് മുകളിലായിട്ടും ഒരു ലൈൻ വരയ്ക്കുക, 8 മില്ലിമീറ്റർ. ഓക്കെ, ദെൻ ഇതിന്റെ ഇവിടെ ഈ സ്റ്റെപ്പിന്റെ സൈസ് നോക്കുക, 20 ആണ്. സോ 20 ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെയും 20 മാർക്ക് ചെയ്യുക. അത് മുകളിലേക്ക്, ആ ഡെപ്തിലേക്ക്, ആ ഗ്രൂവിന്റെ സൈസിലേക്ക് ജോയിൻ ചെയ്യുക. ആവശ്യമുള്ള നിലനിർത്തുക, അല്ലാത്ത മായ്ച്ചു കളയുക. അതവിടെ മായ്ച്ചു കളഞ്ഞു. അപ്പൊ താഴത്തെ ഇനി മുകളിലേക്ക് നോക്കൂ. ഇവിടെ ഈ ഭാഗത്തൊന്നും ഷേപ്പ് ഇല്ല, ഇവിടെ ഇല്ല. അപ്പൊ ഇത് നമുക്ക് മായ്ച്ചു കളയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു, ഇവിടെയും മായ്ച്ചു കളഞ്ഞു, ലൈറ്റ് ഇവിടെയും മായ്ച്ചു കളഞ്ഞു. ഓക്കെ, അത് നന്നായിട്ട് ഒന്നുകൂടി ഞാൻ വരയ്ക്കുകയാണ്. ഇനി ഈ ഭാഗം നോക്കൂ, ഇവിടെ കർവ് ഉണ്ട്, ഇവിടെയും കർവ് ഉണ്ട്, ഇവിടെയും കർവ് ഉണ്ട്. അതിന്റെ സൈസ് 5 മില്ലിമീറ്റർ ആണ്, റേഡിയസ് 5 മില്ലിമീറ്റർ. അത് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇതാ 5 മില്ലിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം, 5 മില്ലിമീറ്റർ. ഇവിടെയും 5 മില്ലിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് മുകളിലേക്കും ഹൊറിസോണ്ടലായിട്ടും 2 തിൻ ലൈൻ വരയ്ക്കുക. 5 മില്ലിമീറ്റർ ഇങ്ങോട്ട് എടുത്തു, 5 മില്ലിമീറ്റർ മുകളിലേക്ക് എടുത്തു. രണ്ടിൽ കൂടി ഒരു വെർട്ടിക്കൽ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ, രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന അവിടെ കോമ്പസ് കുത്തുക. 5 മില്ലിമീറ്റർ റേഡിയസ് കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരയ്ക്കുന്നു, ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളയുന്നു. അവിടെ ആർക്ക് കിട്ടി. സിമിലർലി ഇവിടെ ഈ ഭാഗത്തും ആർക്ക് ചെയ്യാം, ആർക്ക് വരയ്ക്കുക. 5 മില്ലിമീറ്റർ സൈഡിലോട്ട് മാറ്റി ആർക്ക് വരച്ചു. ഇനി ഈ കോർണേഴ്സിലും R5 ആണ്, സെയിം തന്നെ. ഇവിടെ നിന്ന് 5 മില്ലിമീറ്റർ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് 5 മില്ലിമീറ്റർ മാർക്ക് ചെയ്യുക. രണ്ടിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈനും
ഒരു ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കുക. ഓക്കെ, ദെൻ കോമ്പസ് എടുത്തിട്ട് ഇവിടെ റേഡിയസ് 5 മില്ലിമീറ്റർ കോമ്പസിൽ എടുക്കുക, ആർക്ക് വരയ്ക്കുക, സ്മോൾ സൈസ് കോമ്പസ് വെച്ചിട്ട്. ഓക്കെ, സെയിം തന്നെ ഇപ്പുറത്തും ചെയ്യുക. അപ്പൊ അവിടെ വ്യൂ ആയി. അപ്പൊ ഇത്രയും ഭാഗമായി, അത് വിഷ്വൽ ആയിട്ട് നമ്മൾ കാണുന്ന ഭാഗങ്ങൾ മാത്രമായി. എന്നാൽ അവിടെ ഹോളുകളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പൊ അതിന്റെ പൊസിഷൻസ് മാർക്ക് ചെയ്യണം. ഈ ഹോളിന്റെ സൈസ് ഇവിടെ എഡ്ജിൽ നിന്ന് 40 ആണ്, ഇപ്പുറത്ത് 40 ആയിരിക്കും. കറക്റ്റ് സിമെട്രിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. സോ 40 മില്ലിമീറ്റർ അകലത്തിലായിട്ട് 40 മില്ലിമീറ്റർ അകലത്തില് ഒരു സെന്റർ ലൈൻ ഓഫ് സിമെട്രി. ഇവിടെ 40 മാറിയിട്ട് ലൈൻ ഓഫ് സിമെട്രി വരച്ചു. 40 മില്ലിമീറ്റർ മാറി. ഇനി ഹോളിന്റെ സൈസ് നോക്കുക. 2 × 5 16 എന്ന് തന്നു കഴിഞ്ഞാൽ രണ്ട് ഹോളും ഡയമീറ്റർ 16 ആണ്. 16. 5 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമീറ്റർ ആണ്. R എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് റേഡിയസ് ആണ്. ഓക്കെ, 5 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമീറ്ററിനെയാണ്, R എന്നുള്ളത് റേഡിയസിനെയാണ്. അപ്പൊ ഞാൻ ഡയമെൻഷനിങ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിരുന്നു. അപ്പൊ ആ അകലത്തില് നമ്മള് സെന്റർ ലൈൻ വരച്ചു, ഈ ലൈൻ ഓഫ് സിമെട്രി അവിടെ വരച്ചു. ഇനി അത് വിസിബിൾ അല്ല. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡാഷ്ഡ് തിക്ക് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ആ 8 മില്ലിമീറ്റർ ഇവിടെ നിന്ന് 8 മില്ലിമീറ്റർ ഇങ്ങോട്ട് എടുക്കുക, 8 മില്ലിമീറ്റർ ഇങ്ങോട്ട് എടുക്കുക. ആ അതിലോട്ട് ഡാഷ്ഡ് ലൈൻസ് വരയ്ക്കുക. അപ്പൊ അവിടെ ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. സെയിം തന്നെ ഇവിടെയും ചെയ്യുക. അപ്പൊ 8 മില്ലിമീറ്ററിന്റെ 16 മില്ലിമീറ്ററിന്റെ 2 ഹോളുകൾ ഈ സപ്പോർട്ടില്, ഷാഫ്റ്റ് സപ്പോർട്ടിലുണ്ട്. ഇനി ഈ സെന്ററിൽ ഇവിടെ മുകളിൽ ഈ സ്ട്രിപ്പിന്റെ മുകളിലും സർക്കിൾ ഉണ്ട്. അപ്പൊ അത് ഹോളാണ്. അതിന്റെ റേഡിയസ് 526 ആണ്, ഡയമീറ്റർ ആണ്. 526 റേഡിയസ് അല്ല, 526 എന്നാണ് ഇരിക്കുന്നത്. അപ്പൊ 13 ആണ് റേഡിയസ്. അപ്പൊ ഇവിടെ സെന്റർ ലൈൻ വരയ്ക്കുക. സെന്റർ ലൈനിന്റെ ഹൈറ്റ് നോക്കൂ. ഇവിടെ നിന്ന് 25 താഴോട്ടാണ്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല. സോ ടേക്ക് 25 ഫ്രം ടോപ്പ് സൈഡ്. ഇവിടെ നിന്ന് 25 മാറിയിട്ട് 25 മില്ലിമീറ്റർ മാറിയിട്ട് ഒരു സെന്റർ ലൈൻ വരയ്ക്കുന്നു. മുകളിൽ നിന്ന് 25 മില്ലിമീറ്റർ മാറിയിട്ട് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഡാഷ്ഡ് ലൈൻസ് 13 മില്ലിമീറ്റർ വരുന്ന ഡാഷ്ഡ് ലൈൻസ് വരച്ചു. അപ്പൊ ഡയമീറ്റർ 26 ആണ്. 13 മില്ലിമീറ്റർ ഇങ്ങോട്ടും 13 മില്ലിമീറ്റർ മുകളിലേക്കും മാർക്ക് ചെയ്യുക, ഡാഷ്ഡ് ലൈൻസ് വരയ്ക്കുക. അപ്പൊ ആ വ്യൂ കംപ്ലീറ്റ് ആയി. അപ്പൊ അതാണ് അതിന്റെ വ്യൂ, ഫ്രണ്ട് വ്യൂ. ഇനി ടോപ്പിൽ കൂടി കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നോക്കുമ്പോൾ നടുക്കൊരു സ്ട്രിപ്പ് കാണും, ഈ 2 ഹോള് കാണും. ഇവിടുത്തെ ഗ്രൂവ് നമ്മൾ കാണില്ല, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയായിരിക്കും കാണുക, കർവ് ഒന്നും നമ്മൾ കാണില്ല. അപ്പൊ ഇതിന്റെ നേരെ താഴെ തന്നെയായിട്ട് ഫേം ലൈൻ, നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫേം ലൈൻ ഈ മുകളിലത്തെ സ്ട്രിപ്പ് കാണുന്നുണ്ട്. ഇവിടെ 2 ഹോളുകൾ വ്യക്തമായിട്ട് കാണും. ത്രൂ ഹോളാണ്, അങ്ങേറ്റം വരെയുള്ള ഹോളാണ്. 2 ടൈപ്പ് ഹോൾ ഉണ്ട്, ത്രൂ ഹോളും ബ്ലൈൻഡ് ഹോളും. ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡെപ്ത് വരെ, ഒരു തിക്നെസ് അപ് ടു 10 മില്ലിമീറ്റർ തിക്നെസ്, ത്രൂ ഔട്ട് ഉണ്ടാവില്ല. ത്രൂ ഹോൾ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വരെ തുളച്ചു പോയിട്ടുണ്ട്, അങ്ങോട്ട് ഇവിടെ നമുക്ക് കാണാം. ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ് കാണില്ല, അത് എവിടെ ആ ബോട്ടം സൈഡ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് ത്രൂ ഹോളാണ്. അപ്പൊ ഇതിന്റെ ലൈൻ ഓഫ് സിമെട്രി വരയ്ക്കണം. ഇത് 40 ആണ്, ഇത് 25 ആണ്. അപ്പൊ 25ലും ഇത് ടോട്ടൽ 50 ആണ്. അപ്പൊ 25 വരണത്തില് സെൻട്രൽ ലൈൻ ഇവിടെ വരച്ചിടും. ഈ സെൻട്രൽ ലൈൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി 40 സൈസില് ഇവിടെ മോളിൽ തന്നെ ഈ ലൈൻ തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ, ഓക്കെ. ഇനി ഈ
ഇതിന്റെ സൈസ് എത്ര 2x5. അപ്പൊ 8 മില്ലിമീറ്റർ റേഡിയസ് കോമ്പസിൽ എടുത്തിട്ട് ഹോള് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെയും 8 മില്ലിമീറ്ററിന്റെ റേഡിയസ് എടുത്തിട്ട് ഹോള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഡയമീറ്റർ 16 ആയിരിക്കും. ക്ലിയർ? ഇനി ഈ സ്ട്രിപ്പില് ഇങ്ങനെയാണ് ഹോള്. അപ്പൊ അത് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കാണില്ല. അതിന്റെ ഡയമീറ്റർ 26 ആണ്. സോ 13, ഇവിടെ കാണുന്ന പോലെ 13 എടുത്തിട്ട് ഇവിടെയും 13 എടുക്കുക, മുകളിലും 13. സൈസിൽ അവിടെ ഡാഷ്ഡ് ലൈൻസ് വരച്ചു. ഇനി വരയ്ക്കേണ്ടത് ഇവിടെ ഈ ഗ്രൂവ് ആണ്. ആ ഗ്രൂവിന്റെ സൈസ് 20 സൈസ് ആണ്. അപ്പൊ ഇതിന്റെ നേരെ തന്നെ, അത് നമ്മൾ കാണില്ല, മുകളിൽ നോക്കുമ്പോൾ അവിടെ ഡാഷ്ഡ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അത് വിസിബിൾ എഡ്ജസ് അല്ല. സോ ഡ്രോ ഇറ്റ് ആസ് ഡാഷ്ഡ് ലൈൻസ്. അതിപ്പോ ഇത്തിരി ഇവിടെ മാറിയിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഡാഷ്ഡ് ലൈൻസ് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ ആയി. ഇനി സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതിലെ കൂടി നോക്കുമ്പോൾ ഇവിടെ ഒരു ആർക്ക് കാണും, ഒരു സർക്കിൾ കാണും, ഈ ഷേപ്പ് കാണും, ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് കാണും. അപ്പോ ഈ സ്റ്റെപ്പ് കാണാനായിട്ട് ഇത് 30, ഈ ഹൈറ്റ് 30 ആണ്. 30യുടെ നേരെ തന്നെ ഒരു ലൈൻ ഇവിടെ വരച്ചിരുന്നു. ഇനി ഈ സെന്റർ ലൈൻ മുകളിൽ നിന്ന് സെന്റർ ലൈൻ ഒരു സർക്കിൾ കാണും. നമ്മൾ ഈ സർക്കിൾ കാണും, ഈ ആർക്ക് കാണും. സെന്റർ ലൈൻ വരയ്ക്കേണ്ട 25 താഴെ, ഇവിടെ വരച്ചിരിക്കുന്നതിന്റെ നേരെ താഴെയായിട്ട്. ദെൻ ഈ വെർട്ടിക്കൽ സെന്റർ ലൈൻ, ഇതിന്റെ വെർട്ടിക്കൽ സെന്റർ ലൈനും കൂടി വരയ്ക്കണം. വെർട്ടിക്കൽ സെന്റർ ലൈൻ കൂടി വരച്ചു. ദെൻ ഇവിടെ ഹോള്, അതിന്റെ റേഡിയസ് 13, 526, ഡയമീറ്റർ 26. അവിടെ ഹോൾ വരയ്ക്കാം. ഓക്കെ. ദെൻ ഇതിന്റെ ആർക്ക് വരയ്ക്കണം. ഈ ആർക്ക് അതിവിടെ നിന്ന് കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളയാം. ഓക്കെ. ഇനി ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്, ആ സ്റ്റെപ്പ്. അപ്പൊ അതിന്റെ നേരെ ഡാഷ്ഡ് ലൈൻസ്. അവിടെ വരച്ചു. ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഈ ഹോള് കൂടി കാണിക്കണം, ആ ഹോളിന്റെ സൈസ്. അപ്പൊ ഈ സെന്റർ ലൈൻ ഇവിടെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം. ഇവിടെ വരെ മതി. ഹോളിന്റെ സൈസ് 16 ആണ് ഡയമീറ്റർ. സോ 8 മില്ലിമീറ്റർ. 8 മില്ലിമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടും 8 മില്ലിമീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടും കണ്ടോ? ഇങ്ങനെ ആവുമ്പോ ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഈ രീതിയിലായിരിക്കും കിട്ടുക. അപ്പൊ ഇത് ഞാൻ ഡയമെൻഷൻ ചെയ്യുന്നില്ല. ഡയമെൻഷനിങ് നിങ്ങൾ ഡയമെൻഷനിങ് എക്സസൈസ് പോലെ ഞാൻ അതിന്റെ ഫിഗർ, സോൾഡ് ഫിഗർ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരാം. അപ്പൊ അത് ചെയ്യുക. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഫിഗർ ഈ ഫിഗറാണ്. ഇതും വേറെ ടൈപ്പ് ഷാഫ്റ്റ് സപ്പോർട്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഷാഫ്റ്റ് പോണ്ട. ഇവിടെ ബോൾട്ട് ചെയ്യാനും, ഇത് സൈഡിലോട്ട് ഭിത്തിയോട് ചേർത്ത് ബോൾട്ട് ചെയ്യാൻ, ഇത് വേറെ സർഫസിൽ ബോൾട്ട് ചെയ്യാൻ. ഇതിലെ ഷാഫ്റ്റ് കടന്നു പോകുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെ ഫോർക്ക് എന്ന് വേണം പറയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഈ ഭാഗത്ത് നോക്കുന്ന ഫ്രണ്ട് വ്യൂ, ഇവിടെ കൂടി നോക്കുന്ന സൈഡ് വ്യൂ, മുകളിൽ കൂടി നോക്കുന്ന ടോപ്പ് വ്യൂ, അതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യമേ അതിന്റെ ഇതിന്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ എടുക്കണം നോക്കാം. ഇതാണ് ലെങ്ത് വരുന്നത് ഈ ഭാഗത്ത്. ഇത് ഹൈറ്റ് ആണ്. ഫ്രണ്ട് വ്യൂവിൽ എപ്പോഴും ലെങ്ത്തും ഹൈറ്റും ആണ് വരിക. അപ്പൊ ഇത് 40, ഇത്രയും ഭാഗത്ത് 40 തന്നിട്ടുണ്ട്. ഇത് കൂടി നമുക്ക് കണക്കൂട്ടണം. അപ്പൊ ഇതിന്റെ റേഡിയസ് ഇതും 40 എന്നാ പറയുന്നത്. സോ റേഡിയസ് വിൽ ബി 20. അപ്പൊ ഇവിടെ നിന്ന് ഈ ഭാഗം വരെയുള്ള ഭാഗം 20 ആയിരിക്കും. ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗം അതിവിടെ 20 തന്നിട്ടുണ്ട്. അപ്പൊ 20 + 20 40,
40 പ്ലസ് 40 80. 80 അതിന്റെ ലെങ്ത്. 40 പ്ലസ് ഈ 20 സെന്റർ ലൈൻ വരെ, ഇവിടെ നിന്ന് സെന്റർ ലൈൻ വരെ 20. പിന്നെ ഇതിന്റെ റേഡിയസ്, ഇത് മൊത്തം 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പകുതി 20. അപ്പൊ 20 പ്ലസ് 20 പ്ലസ് 40 80. അത് ലെങ്ത് ആയി. ഹൈറ്റ് നോക്കുക, ഇവിടെ 60 ഈ സെന്റർ ടു സെന്റർ, താഴത്തെ ഹോളിന്റെ സെന്റർ മുതൽ മുകളിലത്തെ ഹോളിന്റെ സെന്റർ വരെ 60 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. താഴത്തെ റേഡിയസ് എത്ര നോക്കുക, ഇത് 20 കണ്ടോ, 12 12 14 16 40. അപ്പൊ 40 ടോട്ടൽ. അത് തന്നെയാണ് താഴെ. അതിന്റെ പകുതി 20 പ്ലസ് 60 ഇവിടെ ഉണ്ട്. ഇനി ഇതിന്റെ റേഡിയസ് നോക്കാം, ഇത് 40 ഉണ്ട്. സോ റേഡിയസ് വിൽ ബി 20. അപ്പോ 60 പ്ലസ് 40 100 ആണ് ഹൈറ്റ്. ദെൻ ഈ വിഡ്ത്ത് നോക്കുക, ഈ വിഡ്ത്ത് 40. ഇവിടെയും 12 പ്ലസ് 16 പ്ലസ് 12 അത് 40. അപ്പൊ ആദ്യം എപ്പോഴും കിട്ടേണ്ടത്, നമ്മളൊരു ഒബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ്, ലെങ്ത്, തിക്നെസ് അത് കണക്കൂട്ടണം. ആ കണക്കൂട്ടുന്ന തെറ്റിക്കഴിഞ്ഞാൽ ഫിഗർ മുഴുവൻ തെറ്റും, എവിടെ എത്താതെ വരും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡ്രോ ദ XY ലൈൻ ആസ് യൂഷ്വൽ. പതിപോലെ നമ്മൾ XY ലൈൻ വരയ്ക്കുന്നു. ഇനി ഏത് വ്യൂ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ സ്പേസ് വേണം. ഫ്രണ്ട് വ്യൂ ഇത്തിരി തള്ളി വരയ്ക്കണം. അപ്പൊ അതിന്റെ സൈസ് ആണ് ഹൈറ്റ് 100, 80 ലെങ്ത്. അപ്പൊ 80 ലെങ്തിലും 100 ഹൈറ്റിലും 80 ലെങ്തിലും 100 ഹൈറ്റിലും ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് ഫോർ ഫ്രണ്ട് വ്യൂ. അപ്പോ നമ്മള് 3 റെക്ടാംഗിൾസ് വരച്ചിട്ടു. ഫ്രണ്ട് വ്യൂവിന് വേണ്ടിയിട്ട്, സൈഡ് വ്യൂവിന് വേണ്ടിയിട്ട്, ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാനിന് വേണ്ടിയിട്ട്. ഫ്രണ്ട് വ്യൂവിന്റെ സൈസ് നോക്കുക, 80 നീളം 100 ഹൈറ്റ്. 80 നീളം 100 ഹൈറ്റ്. ടോപ്പ് വ്യൂവിൽ നോക്കുക, ടോപ്പ് വ്യൂവിൽ വരുമ്പോ ഇത് പ്ലസ് ഇതാണ് വരിക. അപ്പൊ സൈഡിലേക്ക് 80, താഴേക്ക് 40. ഇങ്ങനെ നോക്കുന്ന സമയത്ത്, ഈ ഭാഗത്തോട് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് സംഭവം പ്ലാൻ കിട്ടുക. 80 ലെങ്ത്, 40 ഈ ഹൈറ്റ്. ഇനി സൈഡിൽ നോക്കുക, സൈഡിൽ നോക്കുമ്പോ ഇങ്ങനെ നോക്കുമ്പോ ഈ ഹൈറ്റ് അതായത് 100, പിന്നെ ഈ വിഡ്ത്ത് 40. അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഗതി ഞാൻ പറഞ്ഞില്ലേ, 45 ഡിഗ്രി ലൈൻ വരച്ചിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഷേപ്പ്. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതേ ഷേപ്പ് തന്നെ ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്താൽ മതി, അതിന്റെ സംശയം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ വ്യൂസ് ഏകദേശം എങ്ങനെയാണ് വരുന്നത് ഐഡിയ, ബേസിക് ഐഡിയ ഉണ്ടാവണം. ഇത് ഫ്രണ്ടിൽ കൂടി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യൂ, ഇത് ഇങ്ങനെയായിരിക്കും വരിക. ഈ രീതിയിലായിരിക്കും ഫ്രണ്ട് വ്യൂ വരിക. ഇത്രയും ഭാഗം ഒരു എൽ ഷേപ്പ് പോലെ താഴോട്ടൊരു എക്സ്റ്റൻഷൻ. മോളിൽ കൂടി നോക്കുമ്പോൾ ഉള്ള വ്യൂ, മോളിൽ കൂടി നോക്കുമ്പോൾ ഏതാ, ഇവിടെ വരെ ഇങ്ങനെ, ഇതിങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ ഒരു സർക്കിള്. അപ്പൊ ഇവിടെ ഡോട്ടർ ലൈൻസ് ഉണ്ടാവും, ഇവിടെ ഒരു സർക്കിൾ കാണും, ഇവിടെ ഡോട്ടർ ലൈൻസ് ഉണ്ടാവും, ഇവിടെ സർക്കിൾ ഉണ്ടാവും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡോട്ടർ ലൈൻസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ ഒരു സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പ് നമ്മൾ കാണില്ല, ഈ സ്ട്രിപ്പ് മുകളിൽ നോക്കുമ്പോൾ കാണില്ല, അതുകൊണ്ട് ഇവിടെ ഡോട്ടർ ലൈൻസ് ഉണ്ടാവും. ദെൻ ഇതിന് ഹോൾ ഉണ്ടാവും. ദെൻ ഇവിടത്തെ ഹോൾ. അപ്പൊ ടോപ്പ് വ്യൂ ആയി. ഇനി റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുമ്പോ ഇവിടെ നോക്കുമ്പോ മൊത്തത്തിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു ഹോള്, ഇവിടത്തെ ഹോള് കാണില്ല, ഈ ഹോള് മാത്രം. പിന്നെ ഇവിടെ ഒരു സ്ട്രിപ്പ് ഉണ്ട്.
അപ്പൊ ആ സ്ട്രിപ്പിന്റെ അവിടെ ഒരു ഹോൾ ഉണ്ട്, അതും ഇങ്ങനെ ഡോട്ടർ ലൈൻസ് ഈ രീതിയിലായിരിക്കും. അപ്പൊ ഇതിന്റെ നേരെ ആയിരിക്കും. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി അത് നമ്മള് ആ കറക്റ്റ് ഷേപ്പില് ആ സൈസിൽ വരയ്ക്കണം. ഈ സംഗതി അവിടെ സൈസിൽ വരയ്ക്കണം. അപ്പൊ ബേസിക് ആയിട്ട് ഒരു റഫ് ആയിട്ട് നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഷീറ്റിൽ വരയ്ക്കുന്ന മുമ്പ് ഫേസ് ഉണ്ടാവും, ഫേസിംഗ് ഷീറ്റ് ഉണ്ടാവും. അത് വർക്ക് ചെയ്യാനുള്ള യൂസ് ചെയ്തിട്ട് റഫ് ആയിട്ട് ഇങ്ങനെ വരച്ചു നോക്കുക. ആ റെക്ടാംഗിൾസ് ഷീറ്റിൽ വരയ്ക്കുക. ഇത് റഫ് ആയിട്ട് ഫേസിംഗ് ഷീറ്റിൽ വരയ്ക്കുക. എന്നിട്ട് ആ മനസ്സിൽ ആ രൂപം വന്നിട്ട് ഈ ഷേപ്പ് അവിടെ വരണം. അപ്പൊ ഇതിന്റെ സൈസ് 40 ആണ്. ഇവിടെ 40 തന്നിട്ടുണ്ട്. ടോട്ടൽ 80 ആണ്. സോ 40 അവിടെ, ഇത് ടോട്ടൽ 80 ആകുമ്പോൾ 40-ന് മാർക്ക് ചെയ്ത് വെക്കുക. ചുമ്മാ 40-ന്റെ ആ സൈസ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഫ്രണ്ട് വ്യൂവില്. ഇനി താഴേക്കുള്ള ഈ സെന്റർ ലൈനിലേക്കുള്ള അകലം 20 ആണ്. സോ സെന്റർ ലൈനിലേക്കുള്ള അകലം 20 ഇവിടെ മാർക്ക് ചെയ്യുക. സെന്റർ ലൈൻ മാർക്ക് ചെയ്തു. ഇനി ഇതും 20 ആണ്. സോ അവിടെയും 20-ലും ഒരു സെന്റർ ലൈൻ ഇവിടെ വരയ്ക്കും. ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കുന്നത്, ഓർമ്മയാണ്. ഇനി ഇവിടെ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ട്, ഒരു കർവ് ആർക്ക് ഉണ്ട്. സർക്കിളിന്റെ റേഡിയസ് 16-ന്റെ പകുതി 8. സോ 8 റേഡിയസ് കോമ്പസിൽ എടുക്കുക, അവിടെ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ ആർക്ക് അതിന്റെ റേഡിയസ് 40/2 20 ആണ്. അപ്പൊ 20 ഇവിടെ കറക്റ്റ് ആയിരിക്കും. ഈ 20-ല് കോമ്പസ് എടുക്കുക, ആർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ വരെ. അപ്പൊ ഇതിന്റെ നേരെ ആയിരിക്കും. ഇത് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണം? അപ്പൊ ഫിഗർ നോക്കുക. ഇവിടെ നിന്ന് ഈ ആർക്കിന്റെ ഇവിടെ നിന്ന് താഴെ വരെ 20 ആണ്. അപ്പൊ ഇവിടെ നിന്ന് 20 വരെ, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ 20 ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ നിന്ന് വലത്ത് ഭാഗത്തേക്ക് ആണ് ലൈൻ വരുന്നത്. വലത്ത് ഭാഗത്തേക്കാണ് ലൈൻ വരുന്നത്. സോ ഡ്രോ ദാറ്റ് ഹൊറിസോണ്ടൽ ലൈൻ. ഇനി ആ സ്ട്രിപ്പിന്റെ തിക്നെസ് നോക്കുക. ഇവിടെ ഫിഗർ നോക്കുക. ഈ സ്ട്രിപ്പിന്റെ തിക്നെസ് വരുന്നത് 12 ആണ്. സോ 12 ഡെപ്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, തിൻ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിടുക. അത് എത്ര വരെ വരണം? ഇവിടെ നോക്കുക. ഇവിടെ നിന്ന് ഒരു സ്ട്രിപ്പ് ഉണ്ട്, അത് 12 മില്ലിമീറ്റർ അകലത്തിൽ മുകളിലേക്കാണ്. സോ മുകളിലേക്ക് 12 മില്ലിമീറ്റർ അകലത്തിൽ വേറെ സ്ട്രിപ്പ് വരയ്ക്കുക. ആ രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇത് മായ്ച്ചു കളയാം. അപ്പൊ നമുക്ക് വേണ്ട ഫ്രണ്ട് വ്യൂ അതേപോലെ വന്നു. ഇനി അതിൽ കാണാൻ പറ്റാത്ത ഒബ്ജക്റ്റുകൾ, ഇവിടെ ഈ ഹോളും ആണുള്ളത്. പിന്നെ ഇവിടെ ഒരു ആർക്കുണ്ട്, അത് ഇവിടെ ഈ കോർണറിലും ആർക്കുണ്ട്. അത് ആർക്കിന്റെ റേഡിയസ് തന്നിട്ടില്ല. അപ്പൊ വി ക്യാൻ സെറ്റ് ഇറ്റ് ആസ് 5 മില്ലിമീറ്റർ. സ്യൂട്ടബിൾ ആയിട്ട് സെറ്റ് ചെയ്യാം. അത് ചെയ്യേണ്ടത് നമ്മുടെ പ്രോ സർക്കിളിന്റെ 5 മില്ലിമീറ്റർ ഉള്ള ആ സർക്കിൾ എടുത്തിട്ട് അവിടെ ആർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഇവിടേക്ക് നോക്കുക. ഈ സെന്റർ ലൈൻ 20 മാറിയിട്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് 20 മാറിയിട്ട് സെന്റർ ലൈൻ വരയ്ക്കാം. അവിടെ ഒരു ഹോൾ ആണ് വരുന്നത്. ബട്ട് ഹോൾ ഈസ് ഇൻവിസിബിൾ. അപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ട് കാണിക്കുന്നത് ഡാഷ്ഡ് ലൈൻസ് ആണ്. റേഡിയസ് നോക്കുക 16 ആണ്. സോ ടേക്ക് 8 mm. 8 മില്ലിമീറ്റർ ഇങ്ങോട്ട് മാറുക, ഇങ്ങോട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 8 മില്ലിമീറ്റർ മാറിയിട്ട് 2 ഹോൾ റെപ്രസെന്റേഷൻ. ആ ഹോളിന്റെ റെപ്രസെന്റേഷൻ. ഇനി ഇവിടെ ഒരു ഹോൾ ഉണ്ട് താഴെ, അതിന്റെ ഹൈറ്റ് നോക്കുക. ഇത് രണ്ടും തമ്മിലുള്ള അകലം, അതായത് ഈ ഹോളും ഈ സെന്ററും തമ്മിലുള്ള അകലം 60 മില്ലിമീറ്റർ ആണ്. കൂടാതെ ഇവിടെ 20 ആണ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും എടുത്താൽ മതി. അപ്പോ ആ അകലം കണക്കൂട്ടുക, സെന്റർ ലൈൻ വരയ്ക്കുക. ഒന്നെങ്കിൽ ഇത് 60, അതായത് ഇത് 20. ബാക്കിയുള്ള ഡെപ്ത് ഇവിടെ ഉണ്ടാവും. രണ്ടെടുത്താലും ശരിയാണ്. എന്നിട്ട് ഇവിടെ 8 മില്ലിമീറ്റർ മുകളിലേക്കും താഴേക്കും. 8 മില്ലിമീറ്റർ 16 ആണ് ഇതിന്റെ സൈസ്. സോ 8 മില്ലിമീറ്റർ താഴെയും മുകളിലായിട്ട് ഡാഷ്ഡ് ലൈൻസ്. കണ്ടോ? ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും മിച്ചം ഉണ്ടോ നോക്കുക. നമ്മൾ വരച്ച ഇതുമായിട്ട് ഒത്തു നോക്കുക, ഒറിജിനൽ ആയിട്ട് ഒത്തു നോക്കുക. ആവശ്യമുള്ളത് നിലനിർത്തുക, ബാക്കിയുള്ളത് മായ്ച്ചു കളയാം. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. ക്ലിയർ? ഇനി ടോപ്പ് വ്യൂ നോക്കുക. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ 2 സ്ട്രിപ്പ് കാണും, ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ കാണും,
ബാക്കിയെല്ലാം ഡോട്ടർ ലൈൻസ് ആണ്. അപ്പൊ ഈ രണ്ട് സ്ട്രിപ്പിന്റെ സൈസ് 40 ആണ്, വിഡ്ത്ത് 12 ആണ്. ഇവ തമ്മിൽ 16 mm ഗ്യാപ്പ് ഉണ്ട്. സോ 12 മില്ലിമീറ്ററിന്റെ രണ്ട് ലൈൻസ്, ഇവിടെയും 12 മില്ലിമീറ്റർ തിന്നായിട്ട് അല്പം നീട്ടി വരയ്ക്കും, ഇവിടെയും 12 മില്ലിമീറ്റർ. നീട്ടി വരയ്ക്കാം. നീളം എത്ര ആയിരിക്കും? 40 ആണ്. സോ ഇതിന്റെ ലെങ്ത് ഇതിന്റെ നേർ താഴെ, ഇതിന്റെ നേർ താഴെ ആയിരിക്കും, 40 തന്നെ ആയിരിക്കും. ഈ സ്ട്രിപ്പ് അവിടെ ഫിനിഷ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതിന്റെ സെന്റർ ലൈൻ അത് ആദ്യം വരയ്ക്കേണ്ടായിരുന്നു, ഞാൻ അത് വിട്ടുപോയി. ആ സെന്റർ ലൈൻ ആദ്യം വരച്ചില്ല. ഈ ഹോള് 8 mm റേഡിയസിൽ ഹോള് വരയ്ക്കുക. ഈ ആർക്ക് അതിന്റെ റേഡിയസ് 20 റേഡിയസിൽ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത മായ്ച്ചു കളയാം. ആർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി അവിടെ എന്താ മിച്ചമുള്ളത്? ഈ ഒരു സ്ട്രിപ്പ് അത് താഴെയാണ്, അത് കാണില്ല. അതിന്റെ സൈസ് 12 ആണ്. ഇതിന്റെ നേരെ താഴെയായിട്ട് ഡോട്ടർ ലൈൻസ്. ഇത് ഇവിടെ ഹോൾ ഉണ്ട്, ഇവിടെ 2 ഹോൾ ഉണ്ട്, അത് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഇതിന്റെ സെന്റർ ലൈൻ, ഇതിന്റെ നേരെ താഴെ തന്നെ സെന്റർ ലൈൻ. ഈ സെന്റർ ലൈന്റെ അകലം 20, ഇവിടെ നിന്ന് 20 മാറിയിട്ട് സെന്റർ ലൈൻ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. 8 മില്ലിമീറ്റർ റേഡിയസ് അപ്പുറത്ത് ഇപ്പുറത്ത് എടുക്കുക. ഡാഷ്ഡ് ലൈൻസ്, 8 മില്ലിമീറ്ററിന്റെ ഡാഷ്ഡ് ലൈൻസ്. ഡാഷ് ലൈൻ അവിടെ വരച്ചു, ഇവിടെയും ഡാഷ്ഡ് ലൈൻസ്. ഇനി ഇവിടെ ഈ സ്ട്രിപ്പിൽ ഒരു ഹോൾ ഉണ്ട്, അതും നമ്മൾ കാണില്ല. അപ്പൊ അതിന്റെ സെന്റർ ലൈൻ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. സെന്റർ ലൈൻ വരച്ചു, 8 മില്ലിമീറ്റർ താഴോട്ട് മാറി, ഇവിടെയും ഡാഷ് ലൈൻ, ഇവിടെയും ഡാഷ് ലൈൻ. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ കിട്ടി. അപ്പൊ നന്നായിട്ട് കോമ്പസ് ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോ സെന്റർ ലൈൻ കിട്ടി, 8 മില്ലിമീറ്ററിന്റെ സർക്കിള്, 20 മില്ലിമീറ്ററിന്റെ ആർക്ക് അവിടെ കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. ഇനി സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റിൽ വരും. സൈഡ് വ്യൂവില് ഈ സ്ട്രിപ്പ് നമ്മൾ കാണും. അപ്പൊ അത് ഇതിന്റെ നേരെ തന്നെ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നേരെ തന്നെ ഇതിന്റെ നേരെ തന്നെ ഈ സ്ട്രിപ്പ് ഇങ്ങനെ വരയ്ക്കുക. അതിന്റെ അകലൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വീണ്ടും അറക്കാൻ നിൽക്കണ്ട. ഇത് കറക്റ്റ് ആയിട്ടാണ് വരച്ചെങ്കിൽ ഇതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് നേരെ താഴേക്ക് പ്രൊജക്ട് ചെയ്താൽ ഈ സ്ട്രിപ്പ് കിട്ടും. ഈ സ്ട്രിപ്പ് തന്നെ ഇവിടുത്തെ ലെങ്ത് ഇവിടെ കിട്ടും, ഹോളിന്റെ സൈസ് എല്ലാം നമുക്ക് ചെയ്യാം. ഫ്രണ്ട് വ്യൂ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. അവിടെ നിന്ന് നേരെ ഈ സ്ട്രിപ്പിന്റെ സൈസ് ഇവിടെ നിന്നുണ്ടോ, ഇവിടെ നിന്ന് കാണുന്ന സ്ട്രിപ്പ് സെന്ററിലാണ്. അപ്പൊ ഈ ഹൈറ്റ് ഒന്നും രണ്ടാമത് അളക്കേണ്ട ആവശ്യമില്ല. ദെൻ ഈ ഹോള് വരുന്നത് ഇവിടെ നിന്ന് 20 മാറിയിട്ടാണ്. ഇതിന്റെ നേരെ തന്നെ സെന്റർ ലൈൻ വരയ്ക്കുക. ഇവിടെയും സെന്റർ ലൈൻ. ചെറിയ ഹോള്, 8 മില്ലിമീറ്ററിന്റെ ഹോള്, റേഡിയസ് ഉള്ള ഹോള്. ദെൻ ആർക്ക് 20 മില്ലിമീറ്ററിന്റെ ആർക്ക്, ഇവിടെ വരെ 20 മില്ലിമീറ്ററിന്റെ ആർക്ക്, 20 മില്ലിമീറ്ററിന്റെ ആർക്ക് വരച്ചു. ബാക്കി ആവശ്യമില്ലാത്ത മായ്ച്ചു കഴിഞ്ഞു. അപ്പൊ താഴെ നോക്കുമ്പോൾ താഴത്തെ ഭാഗവും ഈ സ്ട്രിപ്പും കിട്ടി. ഇനി മിച്ചമുള്ള 2 സ്ട്രിപ്പ്, വെർട്ടിക്കൽ ആയിട്ടുള്ള 2 സ്ട്രിപ്പാണ്. അതിന്റെ അകലം 12 വീതമാണ്, നടുക്ക് 16 അപ്പൊ അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാം. അതിൽ നല്ലത് 12 മില്ലിമീറ്ററിന്റെ അകലത്തിൽ ഇവിടെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ വരയ്ക്കുക. ദെൻ 12 മില്ലിമീറ്റർ അകലത്തിൽ ഇവിടെ ഒരു സ്ട്രിപ്പ് വരയ്ക്കുക. അപ്പൊ ആയി. ഇനി ഈ സ്ട്രിപ്പില് ഒരു ഹോൾ ഉണ്ട്, അത് നമ്മൾ കാണില്ല. അതുപോലെ ഇവിടെ ഈ 2 സ്ട്രിപ്പിലും വേറെ 2 ഹോൾസ് ഉണ്ട്, അതും കാണില്ല. അപ്പൊ ഇതിന്റെ സെന്ററിലായിട്ട് ഇവിടെ കണ്ടോ, ഈ സെന്റർ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 8 മില്ലിമീറ്റർ ആണ് ഈ ഹോളിന്റെ സൈസ്, റേഡിയസ് 16 ആണ് ഡയമീറ്റർ. സോ 8 മില്ലിമീറ്റർ അകലത്തില് ഡാഷ്ഡ് ലൈൻസ്. അതേപോലെ മുകളിലും ഈ സ്ട്രിപ്പിന്റെ ഉള്ളിൽ ഹോൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ നേരെ സെന്റർ ലൈൻ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. കൂടാതെ ഈ ഹോളിന്റെ നേരെ വിളിച്ചിട്ട്
ഡാഷ്ഡ് ലൈൻസ്. ഇതിന്റെ നേരെ പിടിച്ചിട്ട്, അതേപോലെ ഇതിന്റെ നേരെ പിടിച്ചിട്ട് ഇവിടെയും ഡാഷ്ഡ് ലൈൻസ്. ഈ ഭാഗം മായ്ച്ചറിയാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പാണ്. അപ്പൊ ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ ഇതിന് വരയ്ക്കേണ്ടത്. അപ്പൊ ആർക്കും കർവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ട്, ശ്രദ്ധിച്ച് വരയ്ക്കണം. ഞാൻ അല്പം സ്പീഡിലാണ് പറഞ്ഞത്, അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് പോസ് ചെയ്തിട്ട് കാണുക. ഓക്കെ.